ഗുരുവായൂർ. ഭാരതത്തിന്റെ ആത്മീയ ഭൂപടത്തിൽ കൈരളിയുടെ തിലകക്കുറി. തൃശൂർ ജില്ലയുടെ വടക്കേ ഭാഗത്തായി നിലകൊള്ളുന്ന ഇവിടെ ഓരോ വർഷവും തീർത്ഥാടനത്തിനെത്തുന്നത് കേരളത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ അത്ര തന്നെ ജനങ്ങൾ. ഗുരുവായൂരപ്പന്റെ സ്വന്തം നാടെന്ന പ്രശസ്തിയും ക്ഷേത്രനഗരി എന്ന വിശേഷണവും 1962 കേരളത്തിലെ ആദ്യ ടൗൺഷിപ്പായി പിറവികൊള്ളാൻ ഗുരുവായൂരിന് ഊർജമായി. പിന്നീട് 1994 നടന്ന പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം 1995 മുതൽ നഗരസഭയായി ഉയർന്നു ഗുരുപവനപുരി. ആൾത്തിരക്കിന്റെ ഈ ബാഹുല്യത്തിൽ വിശുദ്ധി നിലനിർത്തുവാൻ പണ്ട് തൊട്ടേ പ്രയാസപ്പെടുന്ന ഈ നഗരത്തിൽ അതിരാവിലെ മുതൽ ആരംഭിക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ പതിവ് കാഴ്ചകളിലൊന്നാണ്. പുലർച്ചെ 5 മണി മുതൽ ആരംഭിക്കുന്ന ഈ ശുചിത്വ ജാഗ്രത ഗുരുവായൂരിന്റെ ജീവശ്വാസങ്ങളിലൊന്നു തന്നെയാണെന്ന് ഉത്തമ ബോധമുള്ള നഗരസഭ ഇക്കാര്യത്തിൽ കൃത്യമായ നിഷ്കർഷ പുലർത്തിവരുന്നു. ടൗൺഷിപ്പ് നിലവിൽ വന്ന കാലം മുതൽ ക്ഷേത്രത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നത് നഗരസഭയിലെ ചൂൽപ്പുറം എന്ന പ്രദേശത്തായിരുന്നു. മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്നതിനും അനാഥ ശവശരീരങ്ങൾ മറവ് ചെയ്യാനും ഉപയോഗിച്ചിരുന്ന ഇടം. നഗരം വികസിക്കുന്നതിനനുസരിച്ച് വളർന്ന മാലിന്യ കൂമ്പാരങ്ങൾ മറയ്ക്കുന്നതിനായി കെട്ടിയുയർത്തിയ കോട്ടമതിലുകൾ. ഇതെല്ലാം ഈ സ്ഥലത്തിന് തലമുറകളോളം സമ്മാനിച്ചത് ശവക്കോട്ട എന്ന ശാപഗ്രസ്തമായ ഒരു പേര്. ശവക്കോട്ട ഒരു പ്രദേശത്തെ ജനതയുടെ വർഷങ്ങൾ നീണ്ട ശാപം തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ആ പേര്. മനുഷ്യവാസം അന്യമാക്കുന്ന, മഴ പെയ്തു തുടങ്ങിയാൽ കറുത്തു കട്ടിയുള്ള നാറുന്ന മലിനജലമൊഴുകുന്ന, വേനലിൽ തീപിടിച്ച് പുകമൂടുന്ന, മൂക്കുപൊത്തിക്കൊണ്ടും മാത്രം കടന്നു പോകാവുന്ന ഒരു പ്രദേശത്തിന്റെ സങ്കടങ്ങളുടെ നടുക്കടലിൽ വീണുപോയ കുറെ മനുഷ്യരുടെ കഷ്ടപ്പാടിന്റെ ചരിത്രം കൂടിയായിരുന്നു ശവക്കോട്ടയെന്ന ഈ പ്രദേശം ഉൾപ്പെടുന്ന ചൂൽപ്പുറം. മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഇടമില്ലാതെ പ്രതിസന്ധികൾ അതിന്റെ പാരമ്യത്തിലെത്തിയ നാളുകൾ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രദേശവാസികൾ സംഘടിപ്പിച്ച പ്രതിഷേധങ്ങൾ. അതിദുരവസ്ഥകൾക്കൊടുവിൽ നഗരസഭാ ചെയർമാന്റെ മുൻപിലെ നിരാഹാര സമരത്തിന്റെ നാളുകൾക്കൊടുവിൽ കൗൺസിൽ യോഗം ചേരുകയും സുദീർഘമായ ചർച്ചകളിലൂടെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന് വഴികൾ തേടുകയും ചെയ്തു. അങ്ങനെ കൃത്യമായ പഠനങ്ങൾക്കൊടുവിൽ ഈ പ്രദേശത്തിന്റെ അതിശോചനീയാവസ്ഥയ്ക്ക് അവിസ്മരണീയമായ പരിഹാരം നടപ്പിലാക്കുകയായിരുന്നു നഗരസഭ. ശവക്കോട്ടയെന്ന പേര് മാറ്റുന്നതിന് ആവശ്യമായ നടപടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലുകൾ വന്നതിന് ശേഷം നടത്തിയ പ്രധാനപ്പെട്ട നടപടി. അതിന്റെ ഭാഗമായിട്ടാണ് 2009 ഗ്യാസ് ക്രിമിറ്റോറിയം സ്ഥാപിക്കുന്നത്. തൃശൂർ ജില്ലയിൽ ആദ്യത്തെ ഗ്യാസ് ക്രിമിറ്റോറിയം സ്ഥാപിച്ച ഗുരുവായൂർ നഗരസഭ തന്നെ ഇവിടെയും മാറ്റത്തിന്റെ പതാകവാഹകരായി. പിന്നീടുള്ള നഗരസഭാ കൗൺസിലുകളുടെ കാലഘട്ടത്തിൽ ചൂൽപ്പുറത്തെ ശവക്കോട്ട എന്ന മേഖലയിൽ ലാൻഡ് ഫില്ലിംഗ്, ക്യാപ്പിംഗ് എന്നീ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും 1 ലക്ഷത്തോളം അടിഞ്ഞുകൂടിയ വേസ്റ്റ് മാറ്റി പുതിയ ലോകത്തേക്കുള്ള പ്രയാണം ആരംഭിക്കുകയും ചെയ്തു. പ്രദേശത്തെ വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിച്ച് ജൈവം, അജൈവം എന്നിങ്ങനെ അവിടുത്തെ മാലിന്യത്തിന്റെ അളവ് മനസ്സിലാക്കുകയും ശാസ്ത്രീയ രീതികൾ അവലംബിച്ചുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുമായിരുന്നു അടുത്ത പടി. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളായിരുന്നു ഈ യത്നത്തിന്റെ മുന്നണി പോരാളികൾ. ലാൻഡ് ഫില്ലിങ്ങിന് ശേഷം ആദ്യം ഇവിടേക്ക് ആഗതമായത് 1500 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കമ്പോസ്റ്റിംഗ് യൂണിറ്റായിരുന്നു. ജൈവ മാലിന്യങ്ങൾക്കായുള്ള ഈ പരിസ്ഥിതി സൗഹൃദ രീതി ഏറെ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചു. മൈക്രോബ് എൻറിച്ച്ഡ് കയർപിത്ത് ബേസ്ഡ് എയറോ കമ്പോസ്റ്റിംഗ് സാങ്കേതിക വിദ്യയാണ് ഗുരുവായൂരിലുള്ളത്. വിൻഡ്രോ കമ്പോസ്റ്റിംഗ് എന്നറിയപ്പെടുന്ന ഈ സംസ്കരണ സംവിധാനത്തിന് ഏറെയാണ് മികവുകൾ. ഗുരുവായൂരിലെ വീടുകൾ, ക്ഷേത്രങ്ങൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജൈവ മാലിന്യങ്ങളുടെ ശേഖരണം കുടുംബശ്രീ യൂണിറ്റുകൾ മുഖാന്തിരം പ്രത്യേക വാഹനങ്ങളിൽ ശേഖരിച്ച് ചൂൽപ്പുറം വിൻഡ്രോ കമ്പോസ്റ്റിംഗ് യൂണിറ്റുകളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ് ആദ്യപടി. വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെടുന്ന ഈ ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് വളമാക്കി മാറ്റി കർഷകർക്ക് നൽകാൻ ആരംഭിച്ചു.
സംസ്കരണത്തിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ അജൈവ മാലിന്യ ശേഖരണം കൂടി ഏറ്റെടുക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിയ നഗരസഭ അതിനായി ഹരിതകർമ്മസേന രൂപീകരിച്ചു. 43 വാർഡിലെയും അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി ഈ ഹരിതകർമ്മസേനയെ തിരഞ്ഞെടുത്ത് അവർക്കാവശ്യമായ പരിശീലനം നൽകുകയും ചെയ്തു. തുടർന്ന് മാലിന്യ ശേഖരണത്തിനായി 3 വാഹനങ്ങൾ നഗരസഭ വാങ്ങുകയും മൊത്തം പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി ശേഖരണ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി MCF, RRF എന്നിവ നിർമ്മിക്കുകയും ബെയിലിംഗ് മെഷീൻ, ഷ്രെഡിംഗ് മെഷീൻ എന്നിവ സ്ഥാപിക്കുകയും ശാസ്ത്രീയമായ അജൈവ മാലിന്യ സംസ്കരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ഒപ്പം ജൈവ മാലിന്യ സംസ്കരണത്തിനായി 9 അംഗ യൂണിറ്റുകൾ രൂപീകരിച്ച് പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും നിലവിലെ വിൻഡ്രോ കമ്പോസ്റ്റിംഗിന്റെ ക്ഷമത വർദ്ധിപ്പിക്കുകയും 1500-ൽ നിന്നും 11,000 ചതുരശ്ര അടിയിലേക്ക് വിപുലീകരിക്കുകയും ചെയ്തു. അജൈവ മാലിന്യ സംസ്കരണം 100% എത്തിക്കുന്നതിനായി പുതിയ MCFകൾ കൂടി നിലവിൽ വന്നതോടെ വിശുദ്ധിയിലേക്കുള്ള വഴികൾക്ക് വേഗമാർന്നു. ഖരമാലിന്യങ്ങൾക്കൊപ്പം ദ്രവമാലിന്യങ്ങളും വിവിധ പദ്ധതികളിലൂടെ നിർമ്മാർജ്ജന വഴിയിൽ ഒപ്പമെത്തിയപ്പോൾ മാറ്റത്തിന്റെ കാറ്റ് വീശിയടിക്കാൻ ആരംഭിച്ചു. അതോടൊപ്പം തന്നെ പ്രദേശത്തെ കുട്ടികൾക്ക് കളിക്കാൻ മനോഹരമായൊരു പാർക്ക് സമ്മാനിച്ചു നഗരസഭ. പൂക്കളും പുൽത്തകിടിയും രസകരമായ കളിയുപകരണങ്ങളും ഇന്ന് ഇടം പിടിച്ച ഇവിടത്തെ പഴയ അവസ്ഥ ഓർമ്മകളിൽ മാത്രം. ഒപ്പം ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ വഴിയോര വിശ്രമ കേന്ദ്രം കൂടി സമാഗതമായതോടെ ഒരു നാടിന്റെ മുഖശ്രീ അക്ഷരാർത്ഥത്തിൽ തിരികെ വരികയായിരുന്നു. കേരളത്തിൽ ഏറ്റവുമധികം ലോഡ്ജുകൾ, ഓഡിറ്റോറിയങ്ങൾ, ഫ്ളാറ്റുകൾ, വാണിജ്യ വ്യാപാര സമുച്ചയങ്ങൾ എന്നിവയെല്ലാം ഒറ്റയിടത്തെ ചെറിയൊരു വിസ്തൃതിയിൽ തിങ്ങി നിറഞ്ഞൊരു സ്ഥലത്തിന് അത്യാവശ്യമാണ് ദ്രവമാലിന്യ സംസ്കരണം. അങ്ങനെ ചക്കംകണ്ടത്ത് വാട്ടർ അതോറിറ്റിയുടെ 4 ഏക്കർ സ്ഥലത്ത് STP പ്ലാന്റ് പണിയുകയും 7.5 കിലോമീറ്ററോളം നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടുന്ന ദ്രവമാലിന്യ ശാസ്ത്രീയ സംസ്കരണത്തിന് പരിഹാരം കാണുകയും ചെയ്തതോടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ഫലസമാപ്തിയാകുകയായിരുന്നു. ഇങ്ങനെ ഒറ്റയടിക്ക് തീരുന്നില്ല ഈ പ്രക്രിയ. ഖരമാലിന്യ സംസ്കരണ യൂണിറ്റ് ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ വികസനം, ദ്രവമാലിന്യം ശേഖരിക്കുന്ന പദ്ധതി, പാർക്കിനോട് ചേർന്ന് ഓപ്പൺ ജിം, മിനി ഹാൾ വിത്ത് ലൈബ്രറി എന്നിങ്ങനെ അനുപമമാണ് ഇവിടുത്തെ പദ്ധതികൾ. നഗരസഭയുടെ കേന്ദ്രീകൃത ജൈവമാലിന്യ സംസ്കരണത്തിന് പുറമെ വികേന്ദ്രീകൃത ജൈവമാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി IRTCയുടെ സഹകരണത്തോടെ വീടുകളിൽ ബയോ ബിന്നുകളും ബയോഗ്യാസും നൽകുന്നു. 18,000-ഓളം വീടുകളിൽ ഇതിനുള്ള സൗകര്യമൊരുക്കുന്നു. ഉറവിട മാലിന്യ സംസ്കരണങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഹരിതകർമ്മസേന തയ്യാറാക്കിയ കമ്പോസ്റ്റ് മീഡിയയ്ക്ക് ആവശ്യമായ സേവനങ്ങളും ഹരിതകർമ്മസേന മുഖാന്തിരം ഉറപ്പുവരുത്തുന്നു. കേവലം മായാജാലമോ താൽക്കാലിക സമാശ്വാസമോ ആയിരുന്നില്ല അത്. ഭരണ നേതൃത്വം ഇച്ഛാശക്തിയോടുകൂടി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായിരുന്നു ഈ മാറ്റം. എത്രയോ വർഷങ്ങൾ മൂക്കുപൊത്തി നടന്ന ഒരു മാലിന്യമല ഇന്ന് വൃത്തിയുള്ള പച്ചപ്പുകൾ നിറഞ്ഞ ഒരിടമായി മാറിയിരിക്കുന്ന മനോഹരമായ കാഴ്ച. വിവിധയിനം ചെടികളും തണൽമരങ്ങളും ഫലവൃക്ഷങ്ങളും തളിരിടുന്ന വിസ്മയം. അതെ, ഗുരുവായൂർ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളുടെ കൊടിയടയാളമായി മാറിയിരിക്കുന്നു ഇന്ന് മാറ്റുകുറയാത്ത ഈ മാറ്റം. ഉറവിടത്തിൽ മാലിന്യം സംസ്കരിക്കുക എന്ന അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ നഗരസഭാ കൗൺസിലുകൾക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ജൈവമാലിന്യം നിങ്ങളുടെ വീട്ടിൽ വളമാക്കി മാറ്റുകയോ പാചകവാതകമാക്കി മാറ്റുകയോ ചെയ്യാനുള്ള സപ്പോർട്ട് നഗരസഭ അവർക്ക് സമ്മാനിക്കുന്നു. അവർക്ക് ബയോബിൻ കൊടുക്കുന്നു, ബയോഗ്യാസ് പ്ലാന്റ് കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവരുടെ ജൈവവളം ഉണ്ടാക്കുന്നു, വാതകം ഉപയോഗിച്ച് പാചകം ചെയ്യുന്നു. ശുചിത്വ നഗരം, ശുദ്ധിയുള്ള ഗുരുവായൂർ എന്ന ആശയം മുൻനിർത്തി വിവിധ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെ സാഹചര്യങ്ങൾക്കനുസൃതമായി കോർത്തിണക്കി ചെലവേറിയതും പ്രയാസകരവുമായ മാലിന്യ സംസ്കരണത്തെ നഗരസഭയുടെ വരുമാന സ്രോതസ്സുകളിൽ ഒന്നാക്കി മാറ്റാൻ നഗരസഭയ്ക്ക് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നത് ഏറെ അഭിമാനകരമാണ്. ഉറവിടത്തിൽ നിന്ന് തന്നെ മാലിന്യത്തെ വേർതിരിച്ചെടുക്കുന്ന സൂക്ഷ്മത, ഗുരുവായൂരിലെ സദ്യാലയങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന എളുപ്പത്തിൽ മണ്ണിൽ ലയിക്കാത്ത വാഴയിലകളെ നുറുക്കി ചെറുതാക്കി ബാക്ടീരിയ കലർന്ന ഇനോക്കുലം ചേർത്ത് വളമാക്കി മാറ്റുക എന്ന സംസ്കരണ സംവിധാനം, മാലിന്യത്തിൽ നിന്ന് ജൈവവളം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന സംവിധാനം, പോളി ഹൗസും മഴമറയും നഴ്സറിയും ചേർത്തിണക്കിയ വൈവിധ്യവൽക്കരണം, ഇത്തരത്തിൽ നിരവധി സവിശേഷതകൾ.
അതെ, മാലിന്യ സംസ്കരണം കൃത്യമായ ദിശാബോധമുള്ള ഒരു പദ്ധതിയായി നടപ്പിലാക്കുവാൻ നഗരസഭയ്ക്ക് സാധിച്ചു. ഗുരുവായൂരിലെത്തുന്ന അനേകായിരം തീർത്ഥാടകർക്കായി ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് നഗരസഭ. അതിന്റെ ഭാഗമായി ODF+ എന്ന പദവി ഗുരുവായൂർ നഗരസഭയ്ക്ക് സമ്മാനിക്കപ്പെട്ടിരിക്കുന്നു എന്നത് നേട്ടങ്ങളുടെ ഏറ്റവും വലിയ നേർസാക്ഷ്യങ്ങളിൽ ഒന്നാകുന്നു. ആധുനിക രീതിയിലുള്ള നിരവധി ശൗചാലയങ്ങളുടെ നിർമ്മാണം നഗരസഭ ഇന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു. മാറ്റമില്ലാത്തത് മാറ്റത്തിനു മാത്രമെന്ന പോലെ അതിശയകരമായ ഈ കരുതൽ അവസാനിക്കുന്നില്ല. ഗുരുവായൂർ നഗരസഭ എന്നത് ഇത്തരം വികസന വഴികളിൽ ഇന്നൊരു പാഠപുസ്തകം തന്നെയാണ്. വികസനവും വിശുദ്ധിയും ഒരു നഗരത്തിന്റെ ജീവശ്വാസമാണെന്നതിന്റെ നേർക്കാഴ്ചയാകുന്നു ഇന്ന് ഈ വിശുദ്ധ നഗരി. ഇനിയും തലമുറകൾ തേടിയെത്തട്ടെ ഇവിടുത്തെ പുണ്യം.